ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ലിറ്റ് ബീസ്. ലിറ്റ് ബീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ ബ്ലാക്ക് സ്പ്രിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഹെൻറി മില്ലറുടെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു വർക്കാണ്. ഇത് ആക്ച്വലി ഹെൻറി മില്ലറുടെ 10 ഷോർട്ട് സ്റ്റോറീസ് ഉൾപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകമാണ്. അമേരിക്കൻ റൈറ്റർ ആണല്ലോ ഹെൻറി മില്ലർ. അദ്ദേഹത്തിൻ്റെ എല്ലാ റൈറ്റിംഗ് ടെക്നിക്സും ഉൾപ്പെടുത്തിക്കൊണ്ട് എഴുതിയിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ളൊരു വർക്കാണ് ദ ബ്ലാക്ക് സ്പ്രിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് 1936 ഈ ഒരു വർക്ക് പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. നമുക്ക് ആദ്യം ഓതറുടെ ഒരു ബയോഗ്രഫി ആദ്യം ചെക്ക് ചെയ്യാം, എന്നിട്ട് നമുക്ക് ഓരോരോ ഷോർട്ട് സ്റ്റോറിയിലേക്ക് കടന്നു പോകാം. ആദ്യം ഹെൻറി മില്ലറെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം അമേരിക്കൻ ആണല്ലോ, ഒരു മോഡേൺ അമേരിക്കൻ റൈറ്റേഴ്സിൽ ഉൾപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഫേമസ് വർക്ക്സ് നമുക്ക് പരിചയപ്പെടാനുണ്ട്. ഏറ്റവും ഫസ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസർ വെരി ഫേമസ് വർക്കാണ് അദ്ദേഹത്തിൻ്റെ. അതുപോലെ തന്നെ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, ഇത് രണ്ടും അദ്ദേഹത്തിൻ്റെ മോസ്റ്റ് ഫേമസ്ഡ് വർക്കുകൾ അറിയപ്പെടുന്ന 2 വർക്കുകളാണ്. പിന്നെ ബ്ലാക്ക് സ്പ്രിംഗ് ഓഫ് കോഴ്സ് നമ്മുടെ ഈ ഒരു വർക്ക് ഷോർട്ട് സ്റ്റോറി കളക്ഷൻ അദ്ദേഹത്തിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വർക്കാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോബയോഗ്രഫികളാണ് മിക്ക വർക്കുകളും. അദ്ദേഹത്തിൻ്റെ ലൈഫിൽ നിന്ന് ഇൻസ്പിറേഷൻ കൊണ്ടിട്ടുള്ള ഓട്ടോബയോഗ്രഫിക്കൽ വർക്കാണ് അധികം അദ്ദേഹം എഴുതിയിട്ടുള്ളത്. മാത്രമല്ല എക്സ്പെരിമെൻ്റൽ വർക്കുകൾ പലതും അദ്ദേഹം എഴുതിയിട്ട് കാണാൻ പറ്റും. പിന്നെ ഫിക്ഷനും അതുപോലെ തന്നെ മെമ്മോയർ, ഫിലോസഫി, ഇതൊക്കെ മിക്സ് ചെയ്തുകൊണ്ട് ഇതിൻ്റെയൊക്കെ ഒരു ബ്ലെൻഡായിട്ടാണ് അധികം അദ്ദേഹത്തിൻ്റെ വർക്കുകൾ വന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ബ്ലാക്ക് സ്പ്രിംഗ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ അതിലുള്ള ഓരോ ചാപ്റ്റേഴ്സ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഓരോരോ സ്റ്റോറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു മെമ്മോയറും അതുപോലെ തന്നെ ഫിക്ഷനും ഫിലോസഫിയും ഒക്കെ കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പ്രധാനമായിട്ടും അദ്ദേഹം എഴുതിയിട്ടുള്ള തീംസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ സെക്ഷുവാലിറ്റി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഫ്രീഡം, അലീനേഷൻ, അല്ലേ, മാറ്റി നിർത്തപ്പെടലുകൾ, അതുപോലെ തന്നെ ആർട്ടിസ്റ്റിക് സ്ട്രഗിൾ, ഒരു ആർട്ടിസ്റ്റിൻ്റെ തീവ്രമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇവിടെ സർവൈവ് ചെയ്യാനുള്ള സ്ട്രഗിളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ എക്സിസ്റ്റൻഷ്യലിസം മറ്റൊരു ഇമ്പോർട്ടൻറ്റ് തീമാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി എന്താണ്, ഒരു അവാൻഡ് ഗാർഡ് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടായിരുന്നു അധിക വർക്കുകളും അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നത്. ബീറ്റ് ജനറേഷൻ, അമേരിക്കയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന ബീറ്റ് ജനറേഷനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ മാത്രം അദ്ദേഹത്തിൻ്റെ വർക്കുകൾ എന്തായിട്ടുണ്ടായിരുന്നു മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇനി കോൺട്രവേഴ്സറി അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ആക്ച്വലി അദ്ദേഹത്തിൻ്റെ ഈ എക്സ്പ്ലിസിറ്റ് സെക്ഷൽ കണ്ടൻറ്റ് എഴുതുന്നത് കൊണ്ട് തന്നെ ഒരുപാട് US എന്ത് ചെയ്തിട്ടുണ്ട്, സെൻസർഷിപ്പിനൊക്കെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വിധേയമായിട്ടുണ്ട്. പിന്നെ അദ്ദേഹം പാരീസിൽ കുറച്ച് കാലം ഉണ്ടായിട്ടുണ്ട്. 1930 പാരീസിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയും ഒരുപാട് ആർട്ടിസ്റ്റുകളെയും അതുപോലെ തന്നെ റൈറ്റേഴ്സിനൊക്കെ അദ്ദേഹം ഇൻസ്പയർ ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇനി പ്രധാനപ്പെട്ട വർക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസർ 1934 അദ്ദേഹം വരുന്നുണ്ട്. അതുപോലെ ബ്ലാക്ക് സ്പ്രിംഗ് നമ്മുടെ ഈ വർക്ക് വരുന്നത് 1936 അതുപോലെ തന്നെ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ 1939 അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ദ കൊളോസ് ഓഫ് മസോറി എന്ന് പറഞ്ഞിട്ടുള്ള വർക്ക് അദ്ദേഹത്തിൻ്റെ മെറോസി എന്ന് പറഞ്ഞിട്ടുള്ള വർക്ക് അദ്ദേഹത്തിൻ്റെ 1941 വരുന്നുണ്ട്. പിന്നെ ദ എയർ കണ്ടീഷൻഡ് നൈറ്റ്മെയർ 1945, സെക്സസ്, പ്ലെക്സസ് ആൻഡ് നെക്സസ് എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക് 1949 മുതൽ 60 വരെ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ആക്ച്വലി ലാസ്റ്റ് വർക്ക് ഇതാണ് അദ്ദേഹത്തിൻ്റെ ദ റോസി ക്രൂസിഫിക്കേഷൻ ട്രിലഗി എന്ന് പറഞ്ഞിട്ടുള്ള വർക്കിൽ പെടുന്നതാണ് ഈ സെക്സസും പ്ലെക്സസും നെക്സസും എന്നുള്ള വർക്ക്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഹെൻറി മില്ലറെ കുറിച്ച് ഒരു ബ്രീഫായിട്ട് പറയാനുള്ളത്. ഇനി നമ്മൾ ഈ വർക്കിലേക്ക് കടക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ 10 ഷോർട്ട് സ്റ്റോറീസ് ആണ്. അപ്പോൾ ആദ്യമായിട്ട് ദ 14th വാർഡ് എന്നാണ് ആദ്യത്തെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ പേര് ദ 14th വാർഡ് എന്നാണ്. അപ്പോൾ ഇത് ആക്ച്വലി മില്ലറുടെ ചൈൽഡ്ഹുഡാണ്. ഹെൻറി മില്ലറുടെ ചൈൽഡ്ഹുഡിനെ കുറിച്ചാണ് പ്രധാനമായിട്ടും നമുക്കിതിൽ കിട്ടുന്നത്. അദ്ദേഹം ബ്രൂക്ലിനിലാണല്ലോ, അല്ലേ, ആ സമയത്ത് ബ്രൂക്ലിനിലായിരുന്ന സമയത്ത് അവിടെ അദ്ദേഹം ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള ചൈൽഡ്ഹുഡ് മെമ്മറീസൊക്കെയാണ് ഇതിൽ കടന്നു വരുന്നത്. അപ്പോൾ ഇതിൽ ഭയങ്കരമായിട്ടുള്ള വൈബ്രൻറ്റ് ഷൗട്ടിക് അറ്റ്മോസ്ഫിയർ ഒക്കെ ഇദ്ദേഹത്തിൻ്റെ നെയ്ബർഹുഡിൽ ഉണ്ടായിരുന്ന അത്തരം ഒരുപാട് എക്സ്പീരിയൻസ് നമുക്കിതിൽ കാണാൻ പറ്റും. മാത്രമല്ല അർബൻ ഇതിൽ സെറ്റിങ്ങിൽ താമസിക്കുന്ന സമയത്ത് അവിടെ വരുന്ന ഇമിഗ്രൻസ്, അവരുടെ ജീവിതം, അതൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ടും ഇദ്ദേഹം എക്സ്പ്ലോർ ചെയ്യുന്നത്. മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ഫാമിലി ഭയങ്കര ഡൈനാമിക് ആയിരുന്നു. പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ ഫാദറുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, അതുപോലെ തന്നെ അദ്ദേഹം ചെറിയ കുട്ടിയായിട്ട് ഇങ്ങനെ ഗ്രോ ചെയ്യുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരുപാട് കൺഫ്യൂഷൻസ്, മറ്റു സംഭവങ്ങളൊക്കെയാണ് ഈ ഒരു ഒന്നാമത്തെ ചാപ്റ്ററിൽ അദ്ദേഹം എത്തിയിട്ടുള്ളത്, അതായത് ഒന്നാമത്തെ സ്റ്റോറിയിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഒരുപാട് മെമ്മറി, നൊസ്റ്റാൾജിയ, അതുപോലെ തന്നെ ഇമിഗ്രൻസിൻ്റെ എക്സ്പീരിയൻസസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തീമായിട്ട് കടന്നു വരുന്നതായിട്ട് കാണാൻ പറ്റും. പ്രത്യേകിച്ച് ഡിസില്യൂഷ്മെൻറ്റ്, അല്ലെ, ഫാമിലിയുമായിട്ട് അദ്ദേഹം എങ്ങനെ അഡോപ്റ്റ് ചെയ്തു പോകുന്നു, അതുപോലെ തന്നെ ഫാമിലിയുമായിട്ടുള്ള അതിൻ്റെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഫസ്റ്റിലത്തെ ചാപ്റ്ററിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി നമ്മൾ രണ്ടാമത്തെ ഒരു ചാപ്റ്ററിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ സാറ്റർഡേ ആഫ്റ്റർനൂൺ എന്നാണ് രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേര് വരുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി ഒരു ഡ്രീം ലൈക്ക് റൈറ്റിംഗ് ആണ് അദ്ദേഹം ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഡ്രീം ലൈക്ക്, അതുപോലെ തന്നെ സിംബോളിക് ചാപ്റ്ററാണ്, ഒരു സ്വപ്നമൊക്കെ പറയുന്നത് പോലുള്ള ഒരു ചാപ്റ്ററാണ്. അവിടെ മില്ലർ എന്ത് ചെയ്യുന്നുണ്ട്, ഐഡൻറ്റിറ്റിയെക്കുറിച്ചും അതുപോലെ തന്നെ ടൈമിനെ കുറിച്ച്, അതുപോലെ ലൈഫിൻ്റെ അബ്സേർഡിറ്റീസിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഒന്നുകൂടി ഒരു ഫിലോസഫിക്കൽ ടൈപ്പിലാണ് അദ്ദേഹം എഴുതുന്നത്. ഒരു സ്വപ്നം കണ്ടിട്ട് ഒരു സ്വപ്നം എഴുതുന്നതൊക്കെ പോലെ ഈ ലൈഫ്, ജീവിതം എത്ര നിരർത്ഥകമാണ്, അബ്സേർഡാണ് എന്നുള്ള സംഭവങ്ങളൊക്കെയാണ് അദ്ദേഹം ഇതിൽ പ്രധാനമായിട്ടും പറയാൻ ശ്രമിക്കുന്നത്.
മാത്രമല്ല ഇതിൽ പിന്നെ ഒരു സർറിയൽ വിഷൻ ഓഫ് ന്യൂയോർക്ക് ആഫ്റ്റർനൂൺ, ഒരു ന്യൂയോർക്ക് സിറ്റിയിൽ പിന്നെ ഒരു ആഫ്റ്റർനൂണിൽ അദ്ദേഹം നടന്നു പോകുന്ന സമയത്ത് സംഭവിക്കുന്ന ഒരുപാട് തോട്ടുകളും അങ്ങനെ ഒരു പിന്നെ ഭയങ്കര സർറിയൽ ആയിട്ടുള്ള ഒരു പിന്നെ എന്താ പറയുക ഒരു വിവരണമാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത് അദ്ദേഹം ഈ ഒരു ചാപ്റ്ററിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ടുള്ള തീമുകൾ നോക്കി കഴിഞ്ഞാൽ ഒന്ന് സർറിയലിസം ആണ് പ്രധാനപ്പെട്ട ഒരു തീം വരുന്നത്. പിന്നെ ഫ്ലൂയിഡിറ്റി ഓഫ് ടൈം, സമയത്തിൻ്റെ ആ ഒരു പിന്നെ ഒരു ഒഴുക്കിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം ഓഫ് കോഴ്സ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കൺഫ്യൂഷൻ, എക്സിസ്റ്റൻഷ്യൽ കൺഫ്യൂഷൻ, തൻ്റെ ഐഡൻറ്റിറ്റിയെക്കുറിച്ചും താൻ ആരാണ് എന്നതിനെക്കുറിച്ചൊക്കെയുള്ള എക്സിസ്റ്റൻസിനെ കുറിച്ചുള്ള കൺഫ്യൂഷൻസ് ഇതിൽ കടന്നു വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ചാപ്റ്റർ. ഇനി മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ അവിടെ അതിന് അദ്ദേഹം പേര് കൊടുത്തിട്ടുള്ളത് 3rd or 4th day of spring എന്നാണ്. അപ്പോൾ ഇതിൽ ആക്ച്വലി മില്ലർ പാരീസിലാണ് ഇത് നടക്കുന്നത്. നേരത്തെ ബ്രൂക്ലിനും ന്യൂയോർക്കൊക്കെ അമേരിക്കയിലായിരുന്നെങ്കിൽ ഇവിടെ അദ്ദേഹം പാരീസിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്, അല്ലേ, ഫ്രാൻസിലെ പാരീസിലാണ്. അപ്പോൾ ഈ സിറ്റി അദ്ദേഹത്തിന് എത്രമാത്രം ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്ങിനൊക്കെ എത്രമാത്രം ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കടന്നു വരുന്നുണ്ട്. ഒരുപാട് ഇൻഫ്ലുവൻസ് ഉള്ളൊരു സിറ്റിയാണ് ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പാരീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അദ്ദേഹം അനുഭവിക്കുന്ന ആർട്ടിസ്റ്റിക് ഫ്രീഡം, അതുപോലെ തന്നെ സെക്ഷൽ ലിബറേഷനെ കുറിച്ച്, അതുപോലെ തന്നെ പോവർട്ടി, പാരീസിൽ നമ്മൾ കാണുന്നതിനപ്പുറത്തുള്ള പോവർട്ടിയെക്കുറിച്ചൊക്കെ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. മാത്രമല്ല ഇവിടെ സിറ്റി എന്നുള്ളത് ഒരു സിമ്പിളായിട്ട് കടന്നു വരുന്നതായിട്ട് കാണാൻ പറ്റും, അല്ലേ, ഒരു പേഴ്സണൽ അവൈക്കനിങ്ങിനുള്ള അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് തൻ്റെ ജീവിതം മൊത്തം ട്രാൻസ്ഫോം ചെയ്യാനുള്ള, മാറ്റിമറിക്കാനുള്ള ഒരു പിന്നെ എന്തായിട്ട് ഒരു സിമ്പിളായിട്ടൊക്കെ കടന്നു വരുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റും പാരീസ് എന്നുള്ളത്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട തീമുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് എക്സൈലാണ്, അല്ലേ, ഇദ്ദേഹം ന്യൂയോർക്കിൽ നിന്ന് ഇവിടേക്ക് വരികയാണല്ലോ. അപ്പോൾ എക്സൈൽ വരുന്നതായിട്ട് കാണാൻ പറ്റും. ഫ്രീഡം, അദ്ദേഹം അനുഭവിക്കുന്ന ഒരു പിന്നെ ഒരു ഫ്രീഡം, അല്ലേ, സ്വതന്ത്രം. അതുപോലെ ബൊഹീമിയൻ ലൈഫ് സ്റ്റൈൽ, അല്ലേ, നമുക്ക് എങ്ങനെയും പിന്നെ ജീവിക്കാം എന്നുള്ള ഒരു സംഭവം. അതുപോലെ തന്നെ ഇറോട്ടിസം, സെക്ഷ്വാലിറ്റി ഓഫ് കോഴ്സ് കടന്നു വരുന്നുണ്ട് ഈ ഒരു ചാപ്റ്ററിൽ. ഇനി അടുത്ത നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് 4ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് കടന്നു വരുന്നത് ദ ഏഞ്ചൽ ഈസ് മൈ വാട്ടർമാർക്ക് എന്ന് പറയുന്ന ഒരു ടൈറ്റിലാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ആക്ച്വലി എന്താണ് മില്ലർ എന്നുള്ളത്, അദ്ദേഹം ഒരു ഡ്രീമിനെ ഇവിടെ ഓർത്തെടുക്കുന്നതായിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് കാണാൻ പറ്റുന്നത്, അല്ലേ. ഒരു ബിസാര ഡ്രീം അദ്ദേഹം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്താണ്, അല്ലെങ്കിൽ ഒരു വിഷൻ, എന്തിനെക്കുറിച്ചുള്ള ഒരു മിസ്റ്റിക്കൽ ഏഞ്ചൽ, ഒരു ഗന്ധർവനെ പോലെയുള്ള ഒരു ഏഞ്ചൽ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരികയാണ്. അതെങ്ങനെ ഒരു വാട്ടർമാർക്ക് പോലെ ഇങ്ങനെ അദ്ദേഹത്തിന് മുമ്പിൽ അപ്പിയർ ആകുന്നതായിട്ട് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അതാണ് ആക്ച്വലി ദ ഏഞ്ചൽ ഈസ് മൈ വാട്ടർമാർക്ക് എന്നുള്ള ടൈറ്റിൽ അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ അദ്ദേഹത്തിൻ്റെ ഹാലൂസിനേഷൻസ് ആണ്, ഒരുപാട് ഫിലോസഫിക്കൽ ഇൻസൈറ്റുകളും അതുപോലെ തന്നെ റിലീജിയസ് ഇമേജറിയും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഹാലൂസിനേഷൻസ് ആണ്. അപ്പോൾ ഒരു പ്രത്യേക ഒരു തോട്ട് പ്രോസസ്സ് അദ്ദേഹത്തിന് സംഭവിക്കുകയും അതിൽ നിന്ന് അദ്ദേഹം ഒരുപാട് പിന്നെ ഫിലോസഫിക്കൽ ഇൻസൈറ്റ് കണ്ടെത്തുകയും പിന്നെ ഒരുപാട് പിന്നെ റിലീജിയസ് ആയിട്ടുള്ള മതപരമായിട്ടുള്ള ഇമേജറീസ് ഒക്കെ എടുത്തുകൊണ്ടുള്ള അങ്ങനത്തെ ഒരു ടൈപ്പ് വർക്കാണ് ആക്ച്വലി ഈ ഏഞ്ചൽ ഈസ് മൈ വാട്ടർമാർക്ക് എന്ന് പറയുന്ന ഈ ഒരു വർക്കിൽ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു ഡ്രീം പോലെയാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇദ്ദേഹത്തിൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള പിന്നെ റൈറ്റിംഗ് പ്രോസസ്സ് അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട തീമുകൾ ഇതിൽ ഒന്നെന്താണ്, ഒരു വിഷണറി എക്സ്പീരിയൻസസ്, സ്പിരിച്വാലിറ്റി, മാഡ്നെസ്സിനെ കുറിച്ചൊക്കെ അദ്ദേഹം ഈ ഒരു പിന്നെ വർക്കിൽ നമുക്ക് ചെല്ലുമ്പോൾ വായിക്കുമ്പോൾ ഇത്തരം തീമുകളൊക്കെയാണ് നമുക്ക് ഇതിൽ നിന്ന് പിന്നെ പുറത്തെടുക്കാൻ പറ്റുന്നത്. ഇനി 5ാമത്തെ ഒരു പിന്നെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് ദ ടൈലർ ഷോപ്പ് എന്നാണ് ഇതിന് ടൈറ്റിൽ കൊടുത്തുള്ളത്. അപ്പോൾ ഇതിൽ ആക്ച്വലി എന്താണ്, മില്ലർ വീണ്ടും തിരിച്ച് പാരീസിലൊക്കെ കറങ്ങി നടന്നതിന് ശേഷം ബ്രൂക്ലിനിലേക്ക് തിരിച്ചെത്തുകയാണ്, തൻ്റെ ജന്മനാടായിട്ടുള്ള ചൈൽഡ്ഹുഡ് സ്ഥലത്തേക്ക് തിരിച്ചെത്തുകയാണ്. അപ്പോൾ ഇവിടെ ആക്ച്വലി മില്ലർ എന്ത് ചെയ്യുന്നുണ്ട്, തൻ്റെ ചെറുപ്പത്തിലുണ്ടായിരുന്ന ഒരു ഫ്രണ്ടിൻ്റെ ഒരു ടൈലർ ഷോപ്പ് വിസിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ടൈലർ ഷോപ്പ് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി സംഭവിക്കുന്നത് എന്താ, ഇവിടെ അദ്ദേഹത്തിന് പിന്നെ ഒരു വർക്കിംഗ് ക്ലാസ്സിനെ കുറിച്ച്, അമേരിക്കയിൽ ബ്രൂക്ലിനിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ വർക്കിംഗ് ക്ലാസ്സിനെ കുറിച്ച്, അവരുടെ എക്സ്പീരിയൻസിനെ കുറിച്ചൊക്കെ അദ്ദേഹത്തിന് ഓർമ്മ വരികയാണ്. അങ്ങനെ അവരുടെ ലൈഫിലുള്ള പിന്നെ തൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്ന അഡൾട്ട്ഹുഡിൻ്റെ അബ്സേർഡിറ്റിനെ കുറിച്ച്, അല്ലേ, എത്ര നിരർത്ഥകമായിരുന്നു ആ ഒരു ചെറുപ്പകാലം അഡൾട്ട്ഹുഡ് എന്നൊക്കെയുള്ള അദ്ദേഹത്തിന് ആ ഒരു ഓർമ്മകളൊക്കെ കടന്നു വരികയാണ് തിരിച്ചവിടെ എത്തുമ്പോൾ. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും വർക്കിംഗ് ക്ലാസ് ലൈഫാണ് പ്രധാനമായിട്ട് തീമായിട്ട് വരുന്നത്. പിന്നെ അബ്സേർഡിറ്റി മാത്രമല്ല മെമ്മറി, അല്ലേ, തിരിച്ചു പോകണമല്ലോ ഓർമ്മകളിലേക്ക്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതിൽ തീമായിട്ട് വരുന്നത്. ഇനി 6ാമത്തേലേക്ക് വരുമ്പോൾ ഇത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു പിന്നെ ടൈറ്റിലാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. ജാബർ വോൾ അതുപോലെ തന്നെ ക്രോൺസ്റ്റാഡ് എന്നാണ് ഇതിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ചാപ്റ്ററിൻ്റെ തന്നെ. അപ്പോൾ ഇത് ആക്ച്വലി എന്താണ്, പേര് പോലെ തന്നെ ഭയങ്കര ഒരു സർറിയൽ ആയിട്ടുള്ള ഒരു വർക്കാണ്. പിന്നെ നോൺ ലീനിയർ സെക്ഷൻ ആണെന്നാണ് പറയപ്പെടുന്നത്. അതായത് പിന്നെ ഈ വർക്ക് ഇത് പ്രത്യേകിച്ച് ഒരു തുടക്കമോ ഒരു അവസാനമോ അങ്ങനെയൊന്നും ഇല്ലാത്ത രീതിയിൽ അദ്ദേഹം വളരെ പിന്നെ ഒരു പ്രത്യേക രീതിയിൽ എഴുതപ്പെട്ടിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ആക്ച്വലി ഈ ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ. മാത്രമല്ല ഇതൊരു ഡ്രീം പോലെ, അല്ലേ, നമുക്ക് വായിക്കുന്ന ആളുകൾക്ക് ഇതൊരു ഡ്രീം പോലെയൊക്കെ തോന്നുന്ന, അദ്ദേഹത്തിൻ്റെ ഒരു തുടക്കം ഒരു അവസാനമൊന്നും ഇല്ലാത്ത എവിടേക്കിലൊക്കെ ചെന്നെത്തുന്ന രീതിയിലുള്ള പ്രത്യേക ടൈപ്പ് ഒരു റൈറ്റിംഗ് ആണ് ഇതിന് അദ്ദേഹം ഫോളോ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഒരുപാട് പിന്നെ നിയോലോജിസംസ്, ഇല്ല, പുതിയ വാക്കുകൾ അദ്ദേഹം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ പോയറ്റിക് ലാംഗ്വേജ് ചില സ്ഥലങ്ങൾ അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. മാത്രമല്ല ആ സമയത്തുണ്ടായിരുന്ന ചാവോസ് ഓഫ് ഇന്നർ മൈൻഡ്, അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു ചാവോസ് നമുക്ക് ഈ ഒരു വാക്കിൽ ഈ ഒരു ചാപ്റ്ററിൽ കാണാൻ പറ്റും. മാത്രമല്ല പിന്നെ ഒരു ക്രിയേറ്റീവ് പ്രോസസ്സൊക്കെ കടന്നു വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇത് ആക്ച്വലി അത്തരം ഒരു പ്രത്യേക രീതിയിൽ എഴുതപ്പെട്ടിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ജാബർ വോൾ ക്രോൺസ്റ്റാഡ് എന്നുള്ളത്. ഇതിന് തീമുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാംഗ്വേജ്, ഇല്ലേ, ഭാഷ കൊണ്ടുള്ള ഒരു പ്രത്യേക കളിയാണ്. മാത്രമല്ല ക്രിയേറ്റിവിറ്റി, അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റിവിറ്റി കാണാൻ പറ്റും. പിന്നെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കടന്നു വരുന്നുണ്ട്. ഇനി നമ്മൾ അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ
ഏഴാമത്തെ ഒരു ചാപ്റ്ററിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഏഴാമത്തേത് കുറച്ചുകൂടിയും പിന്നെ ഈ ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ ഭയങ്കര ഒരു സെൻഷ്വൽ ഇവോക്കേഷൻ അല്ലേ പാരീസിൻ്റെ നൈറ്റ് ലൈഫിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു അദ്ദേഹം പാരീസിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ സമയത്ത് പാരീസിൽ അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള ആ ഒരു ഫ്രീഡമും സെക്ഷുവാലിറ്റിയൊക്കെ വീണ്ടും കടന്നു വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ പാരീസിൻ്റെ നൈറ്റ് ലൈഫിനെ കുറിച്ചും മില്ലർ തൻ്റെ ഒരു പിന്നെ ഹെഡോണിസ്റ്റിക് എക്സ്പീരിയൻസസുകൾ അല്ലേ ആർട്ടിനെ അതുപോലെ തന്നെ സെക്ഷുവാലിറ്റി റൈറ്റിങ്ങിനെ കുറിച്ചൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള എൻജോയ്മെൻറ്റിനെ കുറിച്ചൊക്കെ അദ്ദേഹം ഇവിടെ പിന്നെ തുറന്നു തരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും എറോട്ടിസിസം ഒരു തീമാണ്. ഓഫ് കോഴ്സ് സെക്ഷുവാലിറ്റി ഒരുപാട് ഇദ്ദേഹം എക്സ്പ്ലിസിറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ആർട്ടിസ്റ്റിക് ലൈഫ് അല്ലേ എങ്ങനെയാണെന്നുള്ളത്, പിന്നെ ബൊഹീമിയൻ ലൈഫ് സ്റ്റൈൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഒരു സെക്ഷനിൽ കടന്നു വരുന്നത്. ഇനി എട്ടാമത്തേലേക്ക് നമ്മൾ നോക്കുമ്പോൾ എട്ടാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ വാക്കിംഗ് അപ്പ് ആൻഡ് ഡൗൺ എന്നുള്ളതാണ്. വാക്കിംഗ് അപ്പ് ആൻഡ് ഡൗണിൽ അദ്ദേഹത്തിൻ്റെ ഫിലോസഫിക്കൽ റിഫ്ലക്ഷൻ ആണ് അല്ലേ, മൂവ്മെൻറ്റിനെ കുറിച്ചുള്ള ഫിലോസഫിക്കൽ റിഫ്ലക്ഷൻ ആണ്. അപ്പം ഇദ്ദേഹം ഒരുപാട് യാത്രകൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് പിന്നെ എക്സൈലുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ മൂവ്മെൻറ്റിനെ കുറിച്ച് അതുപോലെ തന്നെ വാണ്ടറിങ്ങിനെ കുറിച്ചിട്ടുള്ള ഒരു ഫിലോസഫിക്കൽ റിഫ്ലക്ഷനാണ് ഈ ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ. ഇതിൽ പ്രധാനമായിട്ടും വരുന്ന എന്താ പിന്നെ ലൈഫിനെ അദ്ദേഹം നോക്കിക്കാണുന്നത് ഒരു ഡിസ്റ്റൻസിൽ നിന്ന് അദ്ദേഹം നോക്കിക്കാണാണ്. അപ്പോൾ ഇത് ആക്ച്വലി സീയിങ് ദ വേൾഡ് ഫ്രം ദ എഡ്ജ് ഓഫ് ദ എഡ്ജ് റാദർ ദാൻ ദ സെൻറ്റർ എന്നാണ്. അപ്പോൾ നമ്മൾ ഒരു സെൻറ്ററിൽ നിന്നുകൊണ്ട് ലോകത്തിനെ നോക്കിക്കാണാതെ ഒരു എഡ്ജിൽ നിന്നുകൊണ്ട് ലോകത്തിനെ എങ്ങനെ നോക്കിക്കാണാം എന്നുള്ള ആ ഒരു രീതിയിലുള്ള ഒരു തിരിഞ്ഞു നടത്തം അല്ലെങ്കിൽ ഒരു ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരു ഒരു ഓർത്തെടുക്കലൊക്കെയാണ് ആക്ച്വലി ഇതിൽ കടന്നു വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് തീമുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അലീനേഷൻ വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഒബ്സർവേഷൻ അല്ലേ, ഇദ്ദേഹം പുറത്ത് നോക്കുകയാണല്ലോ, ഒബ്സർവേഷൻ വരുന്നുണ്ട്, ഡിറ്റാച്ച്മെൻറ്റ് താൻ ജീവിക്കുന്ന ആ ഒരു സമൂഹത്തോടുള്ള ഡിറ്റാച്ച്മെൻ്റ് ഒക്കെ കടന്നു വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി അടുത്ത നമ്മൾ നോക്കുമ്പോൾ ഒമ്പതാമത്തത് ആൻ എയർ ഓഫ് അസാസിനേഷനാണ് അടുത്തതായിട്ട് കടന്നു വരുന്നത്. ഇപ്പോൾ ഇതിൽ ആക്ച്വലി ഒരു മെഡിറ്റേഷനാണ് അല്ലേ, ഡെത്തിനെ കുറിച്ച് അതുപോലെ തൻ്റെ ഡെസ്റ്റിനിയെ കുറിച്ചൊക്കെ ഉള്ള ഒരു മെഡിറ്റേഷൻ ടൈപ്പ് റൈറ്റിംഗ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും എന്താണ് പിന്നെ പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ അല്ലേ, മില്ലർ മൊത്തത്തിൽ എന്താണ് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചത് ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് കടന്നു വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ മരണത്തെക്കുറിച്ചും അതുപോലെ തന്നെ താൻ എത്തിപ്പെടേണ്ട ഒരു ഡെസ്റ്റിനിയെ കുറിച്ചൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ടും അദ്ദേഹം എഴുതുന്നത്. ഇതിൽ ഉപയോഗിക്കുന്ന ഒരുപാട് മെറ്റാഫേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്, അസാസിനേഷനെ കുറിച്ചും അല്ലേ കൊലപാതകങ്ങൾ ഒരു കൊല്ലുന്നതിനെ കുറിച്ചൊക്കെയുള്ള അസാസിനേഷൻസ് കടന്നു വരുന്നതായിട്ട് കാണാൻ പറ്റും. മാത്രമല്ല സെൽഫ് ഡിസ്ട്രക്ഷനെയും അതുപോലെ തന്നെ മരണത്തിന് ശേഷം പിന്നീട് റീബർത്ത് ഉണ്ടാവുമല്ലോ, അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് പിന്നെ എഴുതുന്ന സമയത്ത് ഒരുപാട് മെറ്റാവേഴ്സും മറ്റൊക്കെ എഴുതുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് കടന്നു വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ചാപ്റ്ററിൽ മൊറാലിറ്റിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, ഐഡൻറ്റിറ്റിയെക്കുറിച്ച് പറയുന്നുണ്ട്, മാത്രമല്ല മരിച്ച് അസാസിനേറ്റ് അല്ലെങ്കിൽ ഡിസ്ട്രക്ഷന് ശേഷമുള്ള ഒരു റീബർത്തിനെ കുറിച്ചൊക്കെയാണ് പ്രധാനമായിട്ടും ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള എഴുതപ്പെട്ടിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ആൻ എയർ ഓഫ് അസാസിനേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത പത്താമത്തെ ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ വരുന്നത് ദ തിയേറ്റർ ഓഫ് ദ സോൾ എന്നാണ് ആക്ച്വലി ഈ ഒരു ചാപ്റ്ററിൻ്റെ പേര്. ഇത് ഫൈനൽ ചാപ്റ്റർ ആണല്ലേ, ഇത് ആക്ച്വലി ഒരു അബ്സ്ട്രാക്ട് രൂപത്തിൽ ഒരു ലിറിക്കൽ സെലിബ്രേഷൻ ഓഫ് ദ ഹ്യൂമൻ സ്പിരിറ്റ് എന്നുള്ളതൊക്കെ എഴുതപ്പെട്ടിട്ടുള്ളതാണ് അല്ലേ. മനുഷ്യൻ്റെ സ്പിരിറ്റ് ആത്മാവിൻ്റെയും അതുപോലെ തന്നെ ഭാവനയുടെയും ഒരു സെലിബ്രേഷൻ എന്നുള്ള രീതിയിൽ എഴുതപ്പെട്ടിട്ടുള്ള വളരെ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഒരു പിന്നെ ലിറിക്കൽ വർക്കാണ്, ഒരു പോയമാണ്, ഒരു പോയം രീതിയിൽ എഴുതപ്പെട്ടുള്ള ഒരു വർക്കാണ് ആക്ച്വലി തിയേറ്റർ ഓഫ് ദ സോൾ എന്നുള്ളത്. അപ്പോൾ ഇതിൽ മില്ലർ ആക്ച്വലി പിന്നെ ലൈഫിനെ ഒരു പെർഫോമൻസ് പോലെയാണ് കാണുന്നത് അല്ലേ, ഭയങ്കര ഷാവോറ്റിക് ആയിട്ടുള്ള അതല്ലെങ്കിൽ ഭയങ്കര ട്രാജിക് ആയിട്ടുള്ള അല്ലേ, അബ്സേർഡോ അതല്ലെങ്കിൽ ചിലപ്പം ഭയങ്കര ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിന്നെ ലൈഫ് പോലെയാണ് ശരിക്കും ചെയ്യുന്നത് അദ്ദേഹം ഇവിടെ ജീവിതത്തെ കാണുന്നത്. അപ്പോൾ ജീവിതം പലപ്പോഴും എന്തൊക്കെയാണ് ഭയങ്കര ഏറ്റക്കുറച്ചിലുകൾക്കുള്ള അല്ലെങ്കിൽ ചിലപ്പോൾ ദുഃഖങ്ങളും സന്തോഷങ്ങളുള്ള അല്ലെങ്കിൽ നിരർത്ഥകമായിട്ടുള്ള അബ്സേർഡ് ആയിട്ടുള്ള അതല്ലെങ്കിൽ വളരെ നല്ല ഭംഗിയുള്ള, അപ്പോൾ ഈ രീതിയിലൊക്കെ കാണാൻ പറ്റുന്ന ഒരു പെർഫോമൻസ് പോലെ ഒരു തിയേറ്റർ പെർഫോമൻസ് പോലെയാണ് ഇവിടെ അദ്ദേഹം ചെയ്യുന്നത് ജീവിതത്തെ കാണുന്നത് ഈ ലാസ്റ്റ് ചാപ്റ്ററിൽ. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് വരുന്ന തീം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് പിന്നെ ആർട്ടിഫിക്സ് വരുന്നുണ്ട്, ഇമാജിനേഷൻസ് വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ അല്ലേ ആത്മാവിൻ്റെ ഇമാജിനേഷനുകൾ സോളിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, പിന്നെ കോസ്മിക് ഒരു തിയേറ്ററിനെ കുറിച്ചൊക്കെ അദ്ദേഹം ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് കൊണ്ടുവരുന്നുണ്ട്. അതൊക്കെയാണ് പ്രധാനപ്പെട്ട തീമുകൾ. അപ്പോൾ നമ്മളിനി ടോട്ടൽ ഈ ഒരു വർക്കിൻ്റെ സ്റ്റൈലും സ്ട്രക്ചറും നോക്കുകയാണെന്നുണ്ടെങ്കിൽ മില്ലർ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ഇവിടെ കൊണ്ടുവരുന്നുണ്ട്, ജെയിംസ് ജോയ്സിൻ്റെ ഒക്കെ പോലെ. പിന്നെ സിംബോളിസിസം വരുന്നുണ്ട്, മിത്തിക്കൽ റെഫറൻസുകൾ ഒരുപാട് പുരാതന ഗ്രീക്കിൽ നിന്നൊക്കെയുള്ള റെഫറൻസ് കാണാം. അതുപോലെ നോൺ ലീനിയർ സ്റ്റോറി ടെല്ലിംഗ് ആണ് അദ്ദേഹം ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. മാത്രമല്ല പിന്നെ ഒരു പ്രോസ് പോയട്രി പോലെയാണ് നമുക്ക് ശരിക്കും ഇത് വായിക്കാൻ പറ്റുന്നതാണ് ആക്ച്വലി. പിന്നെ ഒരുപാട് റൈമിക് സെൻറ്റൻസുകൾ, പിന്നെ മെറ്റാഫിസിക്കൽ സ്പെക്കുലേഷൻ, അദ്ദേഹത്തിൻ്റെ തന്നെ പല പല സംശയങ്ങളൊക്കെ ഉൾപ്പെടുത്തി അദ്ദേഹം എഴുതിയിട്ടുള്ള സംഭവമാണ്. ഇത് ആക്ച്വലി ഒരു ഓട്ടോബയോഗ്രഫിക്കൽ ഫിക്ഷനാണ്, കാരണം ഇദ്ദേഹത്തിൻ്റെ ലൈഫ് തന്നെയാണ് ശരിക്കും എന്ത് ചെയ്യുന്നത് ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി നമ്മൾ പ്രധാനപ്പെട്ട തീമുകൾ മേജർ തീംസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വരുന്നുണ്ട്, ഒന്ന് മെമ്മറി ആൻഡ് ചൈൽഡ്ഹുഡ് അല്ലേ. ഓഫ് കോഴ്സ് നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ബ്രൂക്ലിനിലും അതുപോലെ പാരീസിലൊക്കെയുള്ള ലൈഫ് നമുക്ക് ഇതിലൂടെ കടന്നു വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ബ്രൂക്ലിനിലുള്ള ചൈൽഡ്ഹുഡൊക്കെ ഓഫ് കോഴ്സ് വളരെ നല്ല രീതിയിലാണ് അദ്ദേഹം ഫസ്റ്റ് ചാപ്റ്ററിലൊക്കെ എഴുതിയിട്ടുള്ളത്. പിന്നെ സെക്ഷുവാലിറ്റി ഫ്രീഡം, പാരീസിലേക്ക് വരുമ്പോൾ സെക്ഷുവാലിറ്റി ഫ്രീഡം, ഇറോട്ടിസിസം കടന്നു വരുന്നുണ്ട്, എക്സൈൽ ആൻഡ് ഐഡൻറ്റിറ്റി അല്ലേ. പാരീസിലേക്കൊക്കെ മൂവ് ചെയ്തതിനു ശേഷം അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്ന ആ വാൻഡറിങ് കാലങ്ങളിലൊക്കെ അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റിയെക്കുറിച്ചുള്ള ചോദ്യങ്ങളുണ്ട്. പിന്നെ ആർട്ട് ക്രിയേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തീമാണ്. അബ്സേർഡിറ്റി ഓഫ് ലൈഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു തീമാണ് ഈ ഒരു വർക്കിൽ വരുന്നത്. ഓക്കെ, പല ചാപ്റ്ററിലും കടന്നു വരുന്നൊരു തീമാണ്. അപ്പോൾ ദർ ഈസ് നോ
സാൽവേഷൻ ഇൻ ബിക്കമിങ് അഡാപ്റ്റഡ് ടു എ വേൾഡ് വിച്ച് ഈസ് ക്രേസി എന്നാണ് ആക്ച്വലി നമ്മുടെ മില്ലർ എന്ന് പറഞ്ഞു വെച്ചിരുന്നത്. അപ്പോൾ ഇതിൻ്റെ സെൻട്രൽ ഫിലോസഫി എന്ന് പറഞ്ഞാൽ സൊസൈറ്റി മാഡാണ് ആൻഡ് ഓൺലി സാനിറ്റി ഈസ് ഇൻ റെബല്യൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല റെബല്യനിലും ക്രിയേഷനിലും റാഡിക്കൽ ഒതൻറ്റിസിറ്റിയിലാണ് എന്തുള്ളത് ഒരു സാനിറ്റി ഉള്ളതെന്നാണ് മില്ലർ എന്ന് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ അർത്ഥത്തിലാണ് നമ്മുടെ ഈ ഒരു വർക്കിൻ്റെ ടോട്ടൽ തീംസ് ആൻഡ് അനാലിസിസ്. മറ്റൊരു വർക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു, ഗുഡ് ബൈ.